എന്താടി ഒരു മനോരാജ്യം? മുത്തശ്ശിയുടെ പുരാണം കേട്ടപ്പോ പഴയ പ്രണയകഥ തികട്ടി വരുന്നുണ്ടായിരിക്കും അല്ലേടി? ചേച്ചിക്ക് എന്താ വേണ്ട? വേണ്ടത് എനിക്കല്ല, നിനക്കല്ലേ? അർജുന്റെ ഭാര്യ എന്ന പേരും പേറി പഴയ കാമുകനോടൊത്തുള്ള ജീവിതം, അതല്ലേടി നിനക്ക് വേണ്ടതിപ്പോ? അനുചേച്ചി, ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇപ്പോഴും നിന്നെ മനസ്സിലിട്ട് നടക്കുന്ന അഭിലാഷ് എന്ന മനുഷ്യൻ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് നീ വലതുകാല് വെച്ച് കയറി വന്ന അയാളുടെ ഭാര്യയായ ഞാൻ പിന്നെ എന്ത് വേണം? എന്റെ ഭാഗ്യത്തിന് നീ വന്നു കയറിയ ഈ ദിവസം അഭിലാഷ് ഇവിടെ ഇല്ല. ബിസിനസ് ടൂറിനായി പോയിരിക്കുന്ന അഭി 2-3 ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. അഭി മടങ്ങി എത്തുമ്പോ പക്ഷെ നീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അനുജന്റെ ഭാര്യയുടെ പിന്നാലെ ഭ്രാന്തനായി അലയുന്ന ഏട്ടന്റെ തനി നിറം ഈ വീട്ടുകാർ മുഴുവൻ അറിയാം. ആളുകൾ നിന്നെ നോക്കി ചിരിക്കും, നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. വീട്ടുകാരുടെ കാര്യം വിട്, നിന്റെ ഭർത്താവ് അർജുനിതറിഞ്ഞ എന്തായിരിക്കും സംഭവിക്കാന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ലൈഫ് അവിടെ തീരും. നിന്റെ മാത്രമല്ല, എന്റെയും. പിന്നെ നേരത്തെ ആ തള്ള പറഞ്ഞ പോലെ തിരുത്താനും മെരുക്കാനും ഒന്നും നിൽക്കേണ്ടി വരില്ല നിനക്കിവിടെ. സ്വയം എരിഞ്ഞു ഒടുങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഈ ശംഖചക്രം നിനക്ക് സ്വർഗമല്ല, നരകമായിരിക്കും തരുന്നത്. നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ ഈ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാ നിനക്ക് നല്ലത്. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ.